ചവറയിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ചവറ തെക്കുംഭാഗം നീണ്ടകര തേവലക്കര ഗ്രാമപഞ്ചായത്തുകളിൽ ദിനാചരണം സംഘടിപ്പിച്ചു. ആദരവ്, ബയോഫാർമസി ഉദ്ഘാടനം എന്നിവയും നടത്തി. ചവറയിലെ വിവിധ പഞ്ചായത്തുകളിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ചവറ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ദിനാചരണം നടന്നു. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ റബ്ബർ കൃഷിയും റബ്ബർ ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയും കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുകയാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കർഷകർക്ക് അവൻ്റെ ഉൽപ്പാദന ചെലവിന് ആനുപാതികമായ വില ലഭിക്കാൻ ഉതകുന്ന സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. വില ലഭിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അവനുണ്ടാകുന്ന നഷ്ടം നികത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. കർഷകരും കാർഷിക സമ്പദ്ഘടനയും രാജ്യത്തിൻ്റെ സ്ഥിതിയെ, രാജ്യത്തിൻ്റെ വളർച്ചയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളായതുകൊണ്ട് തന്നെ കർഷകർക്ക് ആശ്വാസം നൽകുന്ന, അവർക്ക് സർക്കാർ ജീവനക്കാർക്കൊക്കെ ധാരാളം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് സമാനമായ നിലയിൽ തന്നെ കർഷകർക്കും ജീവിതത്തിൽ ഉണ്ടാകുന്ന വിലസൂചികയിലുണ്ടാകുന്ന വർധനവിന് ആനുപാതികമായി, ജീവിത നിലവാരത്തിലുണ്ടാകുന്ന വർധനവിന് ആനുപാതികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകാനുള്ള സംവിധാനങ്ങൾ തീർച്ചയായും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മികച്ച കർഷകരെ ആദരിക്കലും ബയോഫാർമസി ഉദ്ഘാടനവും ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിച്ചു. ചവറ കൃഷി ഓഫീസർ പ്രീജ ബാലൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മികച്ച കർഷക തൊഴിലാളിയെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ CP സുധീഷ് കുമാർ, S സോമൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. കൊല്ലം NWDPRADD ബീന ബോണിഫേസ് പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. തേവലക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സിന്ധു അധ്യക്ഷത വഹിച്ചു. കർഷക ദിനാചരണ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി കർഷകരെ ആദരിച്ചു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ബീന ബോണിഫേസ് പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം S സോമൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥി കർഷക കുമാരി ആദിത്യ കുമാരി അമൃത. നീണ്ടകര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. കർഷക ദിന സമ്മേളനത്തിൽ നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR രജിത്ത് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ P സജിതമോൾ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് രജനി, പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. നടക്കാവ് കമ്മ്യൂണിറ്റി ഹാളിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. അതിനാൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുടെ വാങ്ങിക്കുന്നതാണ്, സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്നതാണ്. പച്ചക്കറി അങ്ങനെ തന്നെയാണ്. വാടിയതാണെങ്കിലും കുഴപ്പമില്ല, തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കുന്നതാണ് ലാഭം. ഇങ്ങനെ ലാഭിച്ചതിന്റെ ഭാഗമായി നമ്മളത് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാന നഷ്ടം നമ്മുടെ ആരോഗ്യം തന്നെയാണ്, നമ്മുടെ ആയുസ് തന്നെയാണ്. പലരുടെയും ആയുസ് 10-15 വർഷം കുറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ഒരുപാട് അസുഖങ്ങൾ വന്ന് ക്യാൻസർ, അതുപോലെ കിഡ്നിരോഗം, ഹൃദയരോഗം അടക്കം, ഈ കരൾ രോഗം അടക്കം പല അസുഖങ്ങളും വന്നതിന് കാരണം നമ്മുടെ ഭക്ഷണം ശരിയല്ലാത്തതുകൊണ്ടാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മികച്ച കർഷകരെ ആദരിച്ചു. ആഹാരം എന്നത് ഒരു കാലഘട്ടത്തിൽ ഔഷധമായി ഭക്ഷിക്കാൻ കഴിഞ്ഞ സമ്പൽ സമൃദ്ധമായ ഒരു നാട്ടിൽ ജീവിച്ച ഒരു തലമുറയ്ക്ക് ശേഷം ഇന്ന് വില കൊടുത്ത് രോഗങ്ങളെ വിലയ്ക്ക് വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക്, ആഹാരങ്ങൾ രോഗങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങളിലേക്ക് മാറുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെയാണ് രോഗങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന പണവും അതുപോലെ നമ്മുടെ കൃഷി പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങളോ തമ്മിൽ താരതമ്യം ചെയ്യപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് നമ്മുടെ കൃഷി രീതി അവലംബിച്ചതിലൂടെ, കൃഷി രീതിയിലൂടെ നാം നേടിയെടുക്കുന്ന ഈ നേട്ടങ്ങൾ നമ്മുടെ ആരോഗ്യ സമൃദ്ധിക്ക് കാരണമാകുമെങ്കിൽ ആ
കൃഷി ഒരിക്കലും നഷ്ടമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൃഷി ഓഫീസർ ഷിജിന എൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പിള്ള, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജോസ് വിമൽ രാജ്, അഡ്വക്കേറ്റ് ഷാജി എസ് പള്ളിപ്പാടൻ, സന്ധ്യാമോൾ, അഡ്വക്കേറ്റ് വി സജിമോൻ, അപർണ, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.